മോഡലായി കൊണ്ടുവരുമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ ചെറിയ നയപരമായ കൊച്ചു കാര്യങ്ങൾ മാത്രമാണ്. ഇനിയേറെ ബസ് സ്റ്റാൻഡ് നോക്കൂ, പൊളിച്ചിട്ടു. ബസ് സ്റ്റാൻഡ് കാണാനില്ല. ഈ ബസ് സ്റ്റാൻഡ് എല്ലാം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാ. UDF പഞ്ചായത്ത് ഭരിക്കുമ്പോഴും UDF MLA ഉണ്ടായിരുന്ന കാലത്തും കൊണ്ടുവന്നതാണ് ഈ ബസ് സ്റ്റാൻഡ്. ഇന്ന് നാട്ടിക ബസ് സ്റ്റാൻഡ് ഒരു ശുഭപ്പറമ്പ് പോലെ ഇട്ടിരിക്കുകയാണ്. ആ ഒരു നാമനില്ല കളരി പോലെയാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട. ഇന്ന് നവംബർ മാസം 15 അല്ലേ? ഇന്ന് നവംബർ 16. ഡിസംബർ 16 മുമ്പ് നമ്മളിവിടെ വരും. ഡിസംബർ 20, 21 നമ്മുടെ ഭരണം വരും. ജനുവരി ഫെബ്രുവരി മാസം കഴിഞ്ഞാൽ ഏപ്രിൽ എന്ന പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടുകൂടി നാട്ടിക പന്തിപ്രയാറിലെ നാട്ടികയിലെ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡ് ഏറ്റവും ആധുനിക ബസ് ടെർമിനലാക്കി മാറ്റും UDF പഞ്ചായത്ത് വന്നാൽ. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു വലിയൊരു ഭാഗ്യം കൂടി വരികയാണ്. ഇന്ന് നവംബർ 16, ഡിസംബർ 16 ഒരു മാസം. നിങ്ങൾ വിരല് കൂട്ടി എണ്ണിക്കോ. ഡിസംബർ 16 ഇന്ന് കഴിഞ്ഞാൽ ഡിസംബർ 16 ഒരു മാസം. ജനുവരി 16 2, ഫെബ്രുവരി 16 3, മാർച്ച് 16 4, മെയ് 16 5. 5 മാസം കഴിഞ്ഞാൽ ജൂൺ 16 ആകുമ്പോൾ 6ാമത്തെ മാസമാകും. ആ ജൂൺ 16 മുമ്പ് മെയ് 15, 16 കഴിഞ്ഞാൽ കേരളത്തിൽ UDFന്റെ ഗവൺമെന്റ് വരും. UDFന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വരും. ആ സന്ദർഭത്തിൽ നാട്ടിക ഗ്രാമപഞ്ചായത്തിന് ഈ UDFന്റെ ഗവൺമെന്റ്, കോൺഗ്രസും ലീഗും ഭരിക്കുന്ന ഈ UDF പഞ്ചായത്തിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി മോഡൽ പഞ്ചായത്താക്കി നാട്ടിക പഞ്ചായത്തിനെ മാറ്റുവാൻ UDFന്റെ ഗവൺമെന്റ് സജ്ജമാകുമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരിക്കൽ കൂടി അഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി പിന്തുണ. നമ്മളെല്ലാവരും ജയിക്കും. പക്ഷെ ജയിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ ആമയും മുയലും പന്തയം വെച്ചതുപോലെയാകും. കാരണം